നമുക്കിങ്ങനെ വളരെ സിമ്പിളായിട്ടൊരു തിയേറ്ററിൽ എങ്ങനെയാണ് പേഷ്യൻ്റ് കിടക്കുന്നത്. ഒരു ബെഡ് ഉണ്ടാവും, ഒരു OT ടേബിൾ, അതിൻ്റെ മുകളിൽ പേഷ്യൻ്റ് കിടക്കുന്നു. ഈ പേഷ്യൻ്റ് കിടക്കുന്നത് അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ റോബോട്ടിക് ആംസ് വെക്കുന്നത്. റോബോട്ടിൻ്റെ കൈകൾ സാധാരണ രീതിയിൽ 4 കൈകളാണ് ഒരു റോബോട്ടിന് ഉണ്ടാവുന്നത്. ചിലപ്പോൾ അത് 3 മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ, ചിലപ്പോൾ വളരെ അപൂർവം കേസുകളിൽ 4-ലധികം ഉപയോഗിച്ചു തരാം. അതുകൂടാതെ ഈ 4 എണ്ണത്തിൽ ഒരെണ്ണം ക്യാമറയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കും. അതുകൂടാതെ 3 ആംസ് ഉണ്ടാവും. ഈ 3 ആംസിലും 3 ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ പാസ് ചെയ്യുന്നു. ഈ 3 ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ആക്ച്വലി ഉള്ളിൽ സർജറി ചെയ്യുന്നത്. ഇതിനെ നമ്മൾ പേഷ്യൻ്റ് കൺസോൾ എന്ന് പറയുന്നു, അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ കിടത്തുന്ന ഭാഗം. അതിലേക്കാണ് റോബോട്ട് ഘടിപ്പിച്ചിരിക്കുന്നത്. റോബോട്ട് പേഷ്യൻറ്റുമായി ഘടിപ്പിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് നമുക്ക് ടേബിൾ മാറ്റാനോ ചരിക്കാനോ ഒന്നും പറ്റില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ ഈ റോബോട്ടിനെ നമ്മൾ ഡോക്ക് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ അൺഡോക്ക് ചെയ്ത ശേഷം മാത്രമേ ഈ ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് മാറ്റി വേറൊരു സ്ഥലത്ത് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ടേബിൾ മാറ്റണമെങ്കിലോ ഒക്കെ ചെയ്യാൻ പറ്റും. ഇതിലൊരു കുറച്ചൊരു ടെക്നിക്കൽ നോളജും ഒരു ടെക്നിക്കൽ പ്ലാനിങ്ങും വേണ്ട ഒരു സർജറിയാണ്. ഇത് കൂടാതെ ഈ ഡോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കൺസോളുണ്ട്. ആ കൺസോള് നമ്മൾ മൂവ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് പേഷ്യൻറ്റിലേക്ക് ഡോക്ക് ചെയ്ത് വെക്കുന്നത്. ഈ സാധനത്തിൽ വലിയൊരു മോണിറ്റർ ഉണ്ടാവും. ആ മോണിറ്ററിൽ നമുക്ക് ഇത് കാണാം, എന്തൊക്കെയാണ് നടക്കുന്നത്. ഇത് സർജന് കാണാൻ വേണ്ടിയിട്ടല്ല, സർജനെ അസിസ്റ്റ് ചെയ്യുന്ന സർജൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യുന്ന സ്റ്റാഫ് ഉണ്ടെങ്കിലോ അനസ്തേസിയ ഡോക്ടർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് അറിയണമല്ലോ അകത്ത് എന്താണ് നടക്കുന്നത്. അകത്ത് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ സർജൻ മാത്രം കണ്ടാൽ പോരാ, സർജൻ അതിനെപ്പറ്റി അവെയർ അല്ലെങ്കിലും പുറത്തുള്ള ആൾക്കാർക്കും കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു മോണിറ്റർ സിസ്റ്റം ഉണ്ടാക്കുന്നത്. അതുകൂടാതെ 3ാമത്തെ കാര്യം, സർജൻ ഒരു കൺസോളുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഈ കൺസോളിൽ നമ്മൾ തല ഇതിലേക്ക് കൺസോളിലേക്ക് ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുകയും നമ്മളുടെ തല ആ കൺസോളിലേക്ക് ചേർന്നിരിക്കുമ്പോൾ മാത്രമാണ് റോബോട്ടിക് ആംസിൻ്റെ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻസിൻ്റെ മൂവ്മെൻറ്റ്സ് നടക്കുള്ളൂ. നമ്മൾ തല അതിൽ നിന്ന് പുറത്തെടുത്തു കഴിഞ്ഞാൽ റോബോട്ട് ഫ്രീസ് ആവും. റോബോട്ട് ഒരു മൂവ്മെൻറ്റ് നടത്തില്ല. ഇതൊരു സുരക്ഷാ ക്രമീകരണമാണ്.